എന്തോരം പൊട്ടത്തരങ്ങളാണ് ഞാൻ ലൈഫിൽ ചെയ്ത് വിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തോരം തവണ ഞാൻ ഈശോനെ വേദനിപ്പിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടിയാവുന്നൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ എത്രയോ പ്രാവശ്യമാണ് അല്ലെങ്കിൽ എത്രയോ തവണയാണ് ഈശോ എനിക്ക് വേണ്ടിയിട്ട് സഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രയോ തവണയാണ് ഈശോ എനിക്ക് വേണ്ടി മണ്ണനായിട്ടുള്ളത്. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റാർക്കും അറിയത്തില്ലാത്ത പൊട്ടത്തരങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ പോലും ഈശോയ്ക്ക് അറിയാം. പക്ഷെ സ്റ്റിൽ ഈശോ അതുപോലെ അറിഞ്ഞുകൊണ്ടാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. എന്തെങ്കിലും ഈശോയിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് എനിക്ക് ഒരുക്കമില്ല, അതുപോലെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ കർത്താവിനെ സ്നേഹിക്കുകയാണ്. ഞാനെന്ന വ്യക്തിയുടെ എല്ലാ കുറവുകളോടും ഞാനെന്ന വ്യക്തിയുടെ എല്ലാ ബലഹീനതയോടും കൂടെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്. അർഹിക്കാത്ത ഒന്ന് നമുക്ക് കിട്ടുമ്പോൾ ഒരു വേദന ഉണ്ട്. ശരിക്കും ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ ഒരു വേദനയാണ് നമുക്ക് വീണ്ടും വീണ്ടും തിരിച്ചറിയുന്നത്. ആ ഒരു വേദനയിൽ നിന്ന് ശരിക്കും നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്, കർത്താവ് എന്നൊക്കെ എങ്ങനെ പറ്റുന്നത്? കാരണം ഇത്രയും കുട്ടിയായിട്ടുള്ള എന്നെ സ്നേഹിക്കാനായിട്ട് ഈശോയെ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഈശോയുടെ ആ സ്നേഹത്തിന് അത്രയും എന്താ പറയുക, അത്രയും യുണീക്നെസ് ആണത്. എന്നെ സ്നേഹിക്കുന്നത് പോലെ ഈശോ ഈ ലോകത്തിൽ